ലെക്ചർ 5 നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഫ്രിക്ഷൻ ആണ്. Friction can be defined as the resisting force developed at contact surface when one surface either moves or tends to move relative to the other surface. ഫ്രിക്ഷൻ ഫോഴ്സ് കോണ്ടാക്ട് സർഫസിൻ്റെ കേസിൽ മാത്രമേ ആക്ട് ചെയ്യുള്ളൂ. ആ കോണ്ടാക്ട് സർഫസിൽ ഒരു സർഫസ് വിത്ത് റെസ്പെക്ട് ടു അനദർ സർഫസ് മൂവ് ചെയ്യാനോ അല്ലെങ്കിൽ മൂവ് ചെയ്യാനുള്ള ടെൻഡൻസിയോ റെസിസ്റ്റ് ചെയ്യുന്ന ഫോഴ്സാണ് ഫ്രിക്ഷൻ ഫോഴ്സ് എന്ന് പറയുന്നത്. ഫ്രിക്ഷൻ ഫോഴ്സ് എപ്പോഴും നമ്മൾ റിലേറ്റീവ് മോഷൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മാത്രമേ ആക്ട് ചെയ്യുള്ളൂ. ഫോർ എക്സാമ്പിൾ ഇപ്പം ഒരു ബ്ലോക്ക് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ താഴത്തെ സർഫസ് ഈ ഡയറക്ഷനിൽ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യാമെന്ന് വെച്ചോ. ആ കേസിൽ ഫ്രിക്ഷൻ ഫോഴ്സ് എപ്പോഴും ഇത് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് നോർമൽ റിയാക്ഷൻ ആണെന്ന് വെച്ചോ. ദെൻ ഫ്രിക്ഷൻ ഫോഴ്സ് എപ്പോഴും ഈ അപ്ലൈഡ് ഫോഴ്സിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും അപ്ലൈഡ് ആവുക. അടുത്തത് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ആണ്. ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ഈസ് ദ മാക്സിമം ഫ്രിക്ഷൻ ആക്ടിങ് അപ്പോൺ ദി ബോഡി ബിഫോർ ഇറ്റ് ജസ്റ്റ് മൂവ്. അതായത് ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നതിൻ്റെ ജസ്റ്റ് ബിഫോർ ആക്ട് ചെയ്യണ ഫ്രിക്ഷനാണ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ഇതെപ്പോഴും മാക്സിമം ഫ്രിക്ഷൻ ആയിരിക്കും. Next one, coefficient of friction. Coefficient of friction is the ratio of limiting friction to that of the normal reaction. Coefficient of friction എന്ന് വെച്ചാൽ ലിമിറ്റിംഗ് ഫ്രിക്ഷനെ നോർമൽ റിയാക്ഷൻ്റെയും ഉള്ള റേഷ്യോ ആണ്. ഈ ഒരു എക്സ്പ്രഷൻ എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ നോർമൽ റിയാക്ഷൻ ഫ്രിക്ഷൻ ഫോഴ്സ് എപ്പോഴും പ്രൊപ്പോർഷണൽ ടു ദ നോർമൽ റിയാക്ഷൻ ആയിരിക്കും. സോ ആ ഒരു പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടി നമ്മൾ ഒരു കോൺസ്റ്റൻറ്റ് മൾട്ടിപ്ലൈ, അതാണ് കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ മ്യൂ ഇൻറ്റു എൻ. അങ്ങനെയാണ് നമുക്ക് ഈ ഒരു എക്സ്പ്രഷൻ കിട്ടുന്നത്, മ്യൂ ഈക്വൽ ടു ഫ്രിക്ഷൻ ഫോഴ്സ് ബൈ നോർമൽ റിയാക്ഷൻ. കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ മെയിൻലി രണ്ട് ടൈപ്പ് ഉണ്ട്. സ്റ്റാറ്റിക് കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ മ്യൂ എസ് വെച്ച് ഡിനോട്ട് ചെയ്യാം. സ്റ്റാറ്റിക് കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ. Then mu k, kinematic coefficient of friction. Static coefficient of friction റെസ്റ്റ് കേസ് അല്ലെങ്കിൽ സ്റ്റേഷനറി കേസിലാണ് സ്റ്റാറ്റിക് കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ ആക്ട് ചെയ്യുന്നത്. കൈനമാറ്റിക് കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ മോഷൻ ടൈമിലാണ് കൈനമാറ്റിക് കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ ആക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ. Angle of friction is the angle formed between the resultant of normal reaction and friction and that of the normal reaction. ഇപ്പോൾ ഇവിടെയാണ് ഫ്രിക്ഷൻ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. ഇത് നോർമൽ റിയാക്ഷൻ. ഈ ഫ്രിക്ഷൻ ഫോഴ്സ് നോർമൽ റിയാക്ഷൻ്റെ റിസൾട്ടൻ്റാണ് ഇത് ഇവിടെ ഷോ ചെയ്തിട്ടുള്ളത്. സോ ഈ റിസൾട്ടൻറ്റും നോർമൽ റിയാക്ഷൻ തമ്മിൽ ആക്ട് ചെയ്യുന്ന ആംഗിളാണ്, ഈ റിസൾട്ടൻറ്റും നോർമൽ റിയാക്ഷൻ തമ്മിൽ ആക്ട് ചെയ്യുന്ന ആംഗിളാണ് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ. ഇത് ഫൈ യൂസ് ചെയ്യാൻ ഡിനോട്ട് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് വൺ, കോൺ ഓഫ് ഫ്രിക്ഷൻ. Cone of friction is the result if the resultant reaction is rotated about the normal reaction force, it will form cone which is known as the cone of friction. ഇത് നോർമൽ റിയാക്ഷൻ, ദിസ് വൺ റിസൾട്ടൻറ്റ് റിയാക്ഷൻ ആണ്. സോ ഈ നോർമൽ റിയാക്ഷൻ വിത്ത് റെസ്പെക്ട് ടു റിസൾട്ടൻറ്റ് റിയാക്ഷൻ റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു കോൺ ഫോം ചെയ്യും, ഒരു കോൺ ഷേപ്പ് ഫോം ചെയ്യും. സോ ആ ഒരു കോണിനാണ് കോൺ ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. സോ അതിനിടയിലുള്ള ആംഗിൾ ഫൈ ആണ്, രണ്ട് സൈഡിലും സെയിം ആംഗിൾ ആയിരിക്കും. ദെൻ ആംഗിൾ ഓഫ് repose. Angle of repose, angle made by the plane with horizontal surface such that the body kept on plane just move due to its self weight. സോ ഈ ഫിഗറിൽ ഇതൊരു പ്ലെയിൻ സർഫസ് ആണ് വെച്ചു, അതിൻ്റെ മുകളിലൊരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു ബോഡി വെച്ചിട്ടുണ്ട്. സോ അറ്റ് സർട്ടീൻ ആംഗിൾ നമ്മൾ ആ സർഫസിനെ ടിൽറ്റ് ചെയ്യുമ്പോൾ
ആ ബോഡി താഴോട്ട് മൂവ് ചെയ്യാൻ തുടങ്ങും. സ്ലൈഡ് ചെയ്യാൻ തുടങ്ങും. സോ ആ ഒരു ആംഗിളിനെയാണ് ആംഗിൾ ഓഫ് റീപോസ് എന്ന് പറയുന്നത്. ന്യൂമറിക്കലി തീറ്റ വറ്റാണ് ഡിനോട്ട് ചെയ്യണത്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ലോസ് ഓഫ് ഫ്രിക്ഷൻ ആണ്. ലോസ് ഓഫ് ഫ്രിക്ഷൻ. ഫസ്റ്റ് വൺ, ആൾവേസ് ആക്ട് ഓപ്പോസിറ്റ് ടു ദ ഡയറക്ഷൻ ഓഫ് മോഷൻ. നേരത്തെ പറഞ്ഞ തന്നെ ഫ്രിക്ഷൻ ഫോഴ്സ് എപ്പോഴും അതിൻ്റെ മോഷൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ആക്ട് ചെയ്യുന്നത്. ദെൻ സെക്കൻഡ് വൺ, your coefficient of friction is the ratio of friction force to that of the normal reaction. അല്ലെങ്കിൽ നമുക്ക് പറയാം friction force is directly proportional to that of the normal reaction. Third one, the friction is less than equal to the applied force till limiting value of friction is reached. So limiting value of friction എത്തുന്നതിന് മുമ്പ് അപ്ലൈഡ് ഫോഴ്സിന് ഈക്വലോ അല്ലെങ്കിൽ കുറവോ ആയിരിക്കും ഫ്രിക്ഷൻ. ഒരിക്കലും അപ്ലൈഡ് ഫോഴ്സിൻ്റെ കൂടുതലാവാൻ ചാൻസ് ഇല്ല. അപ്ലൈഡ് ഫോഴ്സിന് കൂടുതലാവില്ല. നെക്സ്റ്റ് വൺ, ഫ്രിക്ഷൻ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഏരിയ ഓഫ് കോണ്ടാക്ട് സർഫസ്. ഏരിയ ഡിപ്പെൻഡ് ചെയ്യില്ല. ലാസ്റ്റ് വൺ, ഫ്രിക്ഷൻ ഡിപ്പെൻഡ്സ് ഓൺ ദ നാച്ചർ ഓഫ് ദി കോണ്ടാക്ട് സർഫസ്. സോ ഇപ്പോൾ അലുമിനിയം കേസ്, രണ്ട് സർഫസ് അലുമിനിയം ആണെങ്കിൽ അതിൻ്റെ ഫ്രിക്ഷൻ വേറെ ആയിരിക്കും. ഇപ്പോൾ അലുമിനിയം പ്ലേസിൽ ഇപ്പം വുഡ് ആണെങ്കിൽ അതിൻ്റെ സർഫസ് വേറെ, അതിൻ്റെ ഫ്രിക്ഷൻ റേറ്റ് വേറെ ആയിരിക്കും. അതാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഫ്രിക്ഷൻ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ നേച്ചർ ഓർ പ്രോപ്പർട്ടി ഓഫ് ദി കോണ്ടാക്ട് സർഫസ്. ദെൻ ladder ഫ്രിക്ഷൻ. കൺസിഡർ എ ladder ലീഡിങ് അഗെയിൻസ്റ്റ് എ റഫ് വാൾ. ഒരു ladder റഫ് വാളിൻ്റെ അഗെയിൻസ്റ്റ് ലീൻ ചെയ്യണം. സോ ഇവിടെ സ്ലൈഡിങ് നടക്കുന്ന ടൈമിൽ ഈ ladder താഴോട്ട് ഇങ്ങോട്ട് മൂവ് ചെയ്യും. അതേപോലെ തന്നെ ഈ ടോപ്പ് പോർഷൻ താഴോട്ട് സ്ലൈഡ് ചെയ്യും. സോ ഈ സ്ലൈഡിൻ്റെ ഈ റിലേറ്റീവ് മോഷൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ഫ്രിക്ഷൻ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. അതായത് സ്ലൈഡ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, ഈ ഡയറക്ഷനിലായിരിക്കും ഫ്രിക്ഷൻ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, ഈ ഡയറക്ഷനായിരിക്കും ഫ്രിക്ഷൻ ഫോഴ്സ് ആക്ട് ചെയ്യണം. μRA ആൻഡ് μRB.